ഞാൻ പറയുന്നത് കേൾക്ക്. ട്രെയിനിൽ അവളും ഉണ്ടായിരുന്നു. പക്ഷെ അവളൊരു ഇന്റർവ്യൂവിന് ചെന്നൈയിലേക്ക് പോകുന്നാണ് പറഞ്ഞത്. ചെന്നൈയിൽ എത്തിയപ്പോൾ അവളെ കണ്ടിട്ടില്ല. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി എന്ത് പറഞ്ഞു? സിനിമാ മേഖലയെ കുലുക്കിക്കൊണ്ട് അടുത്ത ഒരു ആരോപണം വന്നിരിക്കുകയാണ്. എന്താ രാമേന്ദ്ര പ്രശ്നം? പെൺകുട്ടി പരാതി നൽകിയിരിക്കുകയാണ്. പരാതി വന്നിരിക്കുന്നത് ആന്റണി വർഗീസ് പെപ്പയുടെ പേരിലാണ്. ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. അങ്ങനെ ആ വൻമരവും വീഴുകയാണ്. എന്റെ പൊന്നു ദിനേശ, പണ്ടോട്ട് നിനക്ക് പെണ്ണുങ്ങളെ കാണുമ്പോഴാണ് 5ാം ക്ലാസ് തൊട്ട് ഞാൻ കാണുന്നത്. പക്ഷെ ഇത് ആന്റണി വർഗീസ് പെപ്പയ്ക്കെതിരെ നിയമപരമായി തന്നെയാണ് ആ പെൺകുട്ടി മൂവ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഈ കേസിൽ വരികയാണെങ്കിൽ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് റേപ്പാണ്. മാനിപ്പുലേഷൻ, ചീറ്റിംഗ്, റേപ്പ് ഒക്കെയാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇതിന്റെ സ്ക്രീൻഷോട്ട് സഹിതമാണ് ഈ ഹക്കീം എന്ന് പറയുന്ന വ്യക്തി ഷെയർ ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ഫയല് ഒരു 1.5 വാട്സ്ആപ്പ് ചാറ്റാണ്. അതും അശ്ലീല സാഹിത്യകാരന്മാരെ വരെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള വർണ്ണനകളും. നിനക്കതിലൊരു ഭാവി ഉണ്ട് ട്ടോ മോനെ. ഈ പുള്ളി പറയുന്ന അനുസരിച്ചാണെങ്കിൽ 10 വയസ്സോളം ഇളപ്പമുള്ള ഏതൊരു കുട്ടിയാണ് ആന്റണി വർഗീസ് പെപ്പെ പ്രണയം നടിച്ച് ഈ പറയുന്ന രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് ഇത്തരത്തിൽ റേപ്പ് ചെയ്യുന്നത്. ഇവൻ സമനില തെറ്റി ചെയ്യുന്ന ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടി. ആ സ്ക്രീൻഷോട്ടിനകത്ത് പുള്ളി ആ പെൺകുട്ടിയോട് സല്ലപിക്കുന്ന രീതികളൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് അയാളുടെ ഭാര്യയോടാണ് വളരെയധികം വിഷമം തോന്നുന്നത്. അവളോട് പണി നോക്കാൻ പറ, അവൾ എന്റെ ഭാര്യയല്ല, കുട്ടി പീരിയഡ്സ് ആണ് എന്ന് അറിയിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് വളരെ നമുക്ക് പറയാൻ പോലും പറ്റാത്ത തരത്തിലാണ് അദ്ദേഹം നിർബന്ധിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ എല്ലാവരും പറയുന്ന മാനിപ്പുലേഷൻ. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞു മുളകിട്ട് അങ്ങനെ തിന്നിടും. നീ റൂം എടുത്തിട്ട് കാര്യമൊന്നുമില്ല, എനിക്ക് പീരിയഡ്സ് ആണ് എന്ന രീതിയിലാണ് പെൺകുട്ടി സംസാരിക്കുന്നത്. അപ്പൊ അതിലും മാനിപ്പുലേറ്റ് ചെയ്യാണ്. നമുക്ക് എന്റെ ഫ്ലാറ്റിലേക്ക് പോയാലോ? അവിടെ ആരുമില്ല, കുറച്ച് ഫ്രീ ആയിട്ട് സംസാരിക്കാം. അതിനൊന്നുമല്ല, നമ്മൾ സെക്സ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല എന്ന രീതിയിൽ പല കാര്യങ്ങളും ഒരു പ്രണയ സല്ലാപമാണ് അതിന്റെ ഇടയിൽ മുഴുവൻ നടക്കുന്നത്. വെടിവെച്ച് കൊല്ലണം അതിനെ. ചാറ്റിനകത്തിലൊക്കെ ഞാൻ കണ്ടിരുന്നു, നിങ്ങൾക്ക് സെക്സ് ആണ് ആവശ്യമെന്നെങ്കിൽ പൈസ കൊടുത്തിട്ട് ഏതെങ്കിലും സെക്സ് വർക്കേഴ്സിന്റെ അടുത്ത് പൊക്കൂടെ. ആരെങ്കിലും ചോദിച്ചാലേ ചേച്ചിയുടെ ഭർത്താവെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ അവരെ പല ചായച്ച് സംഗമിക്കാനൊന്നും എന്നെ കിട്ടുന്നില്ല. ഞാൻ അത്രയ്ക്ക് വൃത്തിയായിട്ടാണെന്നല്ല. അതിനകത്തിൽ ആ ഒരു പെയിൻ കാണുന്നുണ്ട്. ഒരു ലവ് ആണെന്ന് പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് പിന്നീട് ആ ഒരു ചതിക്കുന്ന ഒരു വെർഷൻ. അയ്യോ, എന്റെ കുട്ടി, ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞതാ. പെൺകുട്ടി പരാതി കൊടുത്തു. ഒരു പെൺകുട്ടി മാത്രമായിരിക്കില്ല അയാളുടെ വലയിൽ വീണിട്ടുണ്ടാവുക. നമുക്ക് ആ സംസാര ശൈലി കാണുമ്പോഴറിയാം അദ്ദേഹം ഇതൊരു സ്ഥിരം ശീലമായിരിക്കാം. പല പെൺകുട്ടികളും ഈ വലയിൽ വീണിട്ടുണ്ടാകാം. മലയാളികളുടെ പേരൂടെ തന്നെപ്പോലുള്ള അലവലാദികൾ വന്ന് നാറ്റിക്കും. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.